108 ഷഷ്ടി നോക്കുന്നതിന് തുല്യ ഫലമാണ് ഒരു സ്കന്ദഷഷ്ടി നോക്കുക എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ ദിവസമാണെങ്കിൽ ഇപ്പം ഷഡ്വൈരികൾ എന്ന് പറയുന്നത് ഒന്നാമത് ഇപ്പോൾ പറയുക കാമം എന്നുള്ള വികാരം. അത് അതിൻ്റെ അർത്ഥം ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് ആഗ്രഹമാണ്, അമിതമായ ആഗ്രഹമാണ്. ആ അമിതമായ ആഗ്രഹത്തെ നിയന്ത്രിക്കണമേ എന്ന് വിചാരിച്ചിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം അന്നുണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഷഡൂർമിയിൽപ്പെട്ടത് വിശപ്പ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം വിശപ്പാണ്. അപ്പോൾ ആ വിശപ്പിന് നിയന്ത്രണം ഉണ്ടാക്കുക, അസഹനീയമായ ഒന്ന് ഉണ്ടാകാതിരിക്കുക. അമിതമായ ആഗ്രഹം ആഹാരത്തോടും അതുപോലെ ഭൗതിക വസ്തുക്കളോടും സ്വർണത്തോടും അതുപോലെ എല്ലാത്തിനോടുമുള്ള അമിതമായ ആഗ്രഹത്തെ നിയന്ത്രിക്കാനാണ് പ്രഥമാ ദിവസം ആ ഭഗവാനെ ഭജിക്കേണ്ടത്. അതിന് ആ ഭഗവാന്റെ വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഭഗവാന്റെ ആ ധ്യാനം മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ആ ധ്യാനം, ഇഷ്ടമുള്ള ധ്യാനം എടുക്കാം. സ്ഫുരന്മകുടപത്രം തുടങ്ങുന്ന ധ്യാനമുണ്ട്. അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റുന്ന ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. വളരെ ലളിതമായിട്ടുള്ളൊരു ധ്യാനമാണ്. അത് ഒന്നാമത്തെ ദിവസം ചൊല്ലുക. അതുപോലെ ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രമാണ് ആ മൂലമന്ത്രം. ആ മൂലമന്ത്രം ഇതാണ്. അത് എല്ലാവരും അത് കേട്ട് ജപിക്കാം, പഠിച്ചു തന്നെ ജപിക്കാം, തെറ്റില്ലാതെ തന്നെ ജപിക്കാം. അത് ഇപ്രകാരമാണ്: ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ. ഈ കേൾക്കുന്ന കൂടെ തന്നെ ജപിച്ചു പഠിക്കാം. അപ്പം ആ മന്ത്രം ഒരു 27 തവണയെങ്കിലും രാവിലെയും വൈകിട്ടും ജപിക്കാം ആ ദിവസം. അപ്പോൾ പ്രഥമാ ദിവസത്തെ അനുഷ്ഠാനം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് വെച്ച്, അതല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ വെച്ച്, അതല്ലെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ വെച്ച് സ്മരിച്ചതിന് ശേഷം, വണങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ്. ജപമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, വാക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നതെന്നർത്ഥം. അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞു.